കേരളത്തിൽ വാക്കിംഗ് ന്യൂമോണിയ കൂടുന്നതെന്ന് കേട്ടപ്പോൾ ഒരുപാട് അമ്മമാർ ചോദിച്ച ചോദ്യമാണ്, ഇനി ഇത് പുതിയ ന്യൂമോണിയാണ് ഡോക്ടറെ, ഇനി ഇത്രയും കൂടെ പ്രശ്നങ്ങൾക്കിടയിൽ ഈ പുതിയ ന്യൂമോണിയ കൂടെ വന്നാൽ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകുമെന്ന്. ഇത് പുതിയ ന്യൂമോണിയ ഒന്നുമല്ല, പണ്ടേ ഉള്ള ഒരു ഓർഗാനിസമാണ്. മൈക്കോപ്ലാസ്മ ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു ഓർഗാനിസമാണ് വാക്കിംഗ് ന്യൂമോണിയ എന്ന് പറയുന്ന ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പനിയായിട്ട് തുടങ്ങും. ചില കുട്ടികളിൽ നീണ്ടു നിൽക്കുന്ന പനി ഉണ്ടാവും, 10 ദിവസമൊക്കെ നീണ്ടു നിൽക്കാം. ചുമയുണ്ടാവാം, മൂക്കൊലിപ്പ് ഉണ്ടാവണം നിർബന്ധമില്ല. പനിയോടൊപ്പം റാഷ് വരാം. അപ്പോൾ അലർജിയാണെന്ന് ധരിക്കാനുള്ള സാധ്യതയുണ്ട്, വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് ധരിക്കാം. അപ്പോൾ പനി, ചുമ, റാഷ് ആയിട്ട് തുടങ്ങുന്നു, ചുമ മാറാതെ നിൽക്കുന്നു, പനി ഒട്ടും കുറയുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ വാക്കിംഗ് ന്യൂമോണിയ ആവാം. ഇനി പനി തുടങ്ങി മാറി പക്ഷേ ചുമ കുറയാതെ നിൽക്കുന്നു, ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ ചെസ്റ്റ് ക്ലിയർ ആണെന്ന് പറയുന്നു, ചുമ മാറുന്നില്ല, ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നു, ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ടും അസുഖം കുറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രസൻറ്റേഷൻ ഉണ്ട്. ഒപ്പം ചുമ കൂടുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, വീസിംഗ് ആയിട്ടും കുട്ടികൾ പ്രസന്റ് ചെയ്യാം. എട്ടിപ്പിക്കൽ പ്രസന്റേഷൻസ് ആയിട്ടും കുട്ടികൾ പ്രസന്റ് ചെയ്യാം. അതായത് കാർഡിയക് കോംപ്ലിക്കേഷൻസ്, ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട്, സ്ട്രോക്ക് ഒക്കെ ആയിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങളിൽ കോംപ്ലിക്കേഷൻസ് വളരെ അപൂർവമാണ്. ഇതൊരു സാധാരണ രീതിയിൽ പോകാവുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ഇത് അറിയേണ്ട കാര്യം, ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ന്യൂമോണിയയുടെ പാച്ചസ് പറയുക. കൗണ്ട് ചിലപ്പോൾ നോർമൽ ആയിരിക്കും. പലരും ചുമ മാറാൻ നിൽക്കും, അലർജിയാണെന്ന് ധരിക്കാനുള്ള സാധ്യതകളുണ്ട്. വാക്കിംഗ് ന്യൂമോണിയ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് ചികിത്സിക്കാവുന്നേ ഉള്ളൂ, ഭയമൊന്നും വേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ ഇത് അറിഞ്ഞിരിക്കുക. ഭയമില്ലാതെ ശരിയായ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് സമയത്ത് എടുത്താൽ മാത്രം മതിയാവും.